പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് 3-ാം ആഴ്ചയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ വായനകൾ യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് എല്ലാവർക്കും രക്ഷ നൽകുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. രണ്ടാമത്തെ വായന അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിന്റെ 5-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നതെല്ലാം എന്നേക്കും നിലനിൽക്കുമെന്നും മനുഷ്യനിൽ നിന്ന് ആരംഭിക്കുന്നത് താനെ നശിച്ചു പോകുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ വായന എഫേസസ് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ ക്രിസ്തു വഴി പൂർത്തീകരിക്കപ്പെടുന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. 4-ാമത്തെ വായന സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ ഈശോ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നും അവൻ വഴി, യേശു ക്രിസ്തു വഴി പിതാവിങ്കിലേക്ക്, സ്വർഗപിതാവിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ടാകുമെന്നും അവരെ ധൈര്യപ്പെടുത്തുന്ന വചനഭാഗമാണ്. ഒന്നാമത്തെ വായനയിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത്, അതിന്റെ ഒരു പശ്ചാത്തലം നാം ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. യെശയ്യായുടെ പുസ്തകം 55-ാമത്തെ അധ്യായം മുതൽ 66-ാമത്തെ അധ്യായം വരെ 3-ാം യെശയ്യാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിലെ ഉള്ളടക്കവും അതിന്റെ ചരിത്ര പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസമുള്ളതുകൊണ്ട് പണ്ഡിതന്മാർ 55-ാമത്തെ അധ്യായം മുതൽ 3-ാം യെശയ്യാ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചുവരുന്ന ജനതയാണ് 3-ാം യെശയ്യായിൽ നാം കാണുന്നത്. ബാബിലോണിലെ പ്രവാസത്തിന് ശേഷം ജനം യൂദയ നാട്ടിലേക്ക് തിരിച്ചുവരുന്നു. എന്നാലും അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുന്നത്, അവരെ ധൈര്യപ്പെടുത്തുന്ന വചനഭാഗമാണ്. അടിമത്തത്തിൽ നിന്ന് തിരിച്ചുവരുന്ന ജനം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് തകർന്നു പോയിരിക്കുന്ന ജെറുസലേമിന്റെ അവസ്ഥയാണ്. അതിന്റെ പുനരുദ്ധാരണം ഒരു അത്യാവശ്യ ഘട്ടമായിരുന്നു. ഒപ്പം പോകുന്നതിന് മുമ്പ് അവർ വിചാരിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട്, കാഴ്ചപ്പാട് പിന്നീട് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഉടമ്പടി പാലിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം യഹൂദ വിശ്വാസം സ്വീകരിച്ച വിജാതീയരെയും ഷണ്ഡന്മാരായ യഹൂദരെയും ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഈ 56-ാം അധ്യായത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, കർത്താവിന്റെ വചനം നിങ്ങൾ വിശ്വസ്തയോടെ അനുസരിക്കണം. 2, മതപരമായ നിസ്സംഗത നിങ്ങൾ ഉപേക്ഷിക്കണം. 3, രക്ഷ നിങ്ങൾക്ക് കൈവരാത്തതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ഇടയിലുള്ള പാപമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നു. മുമ്പ്, ബാബിലോൺ പ്രവാസത്തിന് മുമ്പ് പല പേരിലും നിങ്ങൾ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന, മാറ്റി നിർത്തിയിരുന്ന ജനതകളെ, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയിരുന്നവരെ ഇനി വേർതിരിവുകളില്ലാതെ, ചേരിതിരിവുകളില്ലാതെ സ്വീകരിക്കണമെന്നും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിന്റെ നിയമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട് എന്ന് യെശയ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. അന്നുവരെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നവർ, തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് വിവേചനം അനുഭവിക്കേണ്ടി വന്നവർ, അവരെ കൂടി സ്വീകരിക്കാനും അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമൂഹ നിർമ്മിതിക്ക്
യെശയ്യാ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യഹൂദനെന്നോ വിജാതീയനെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവർക്കും രക്ഷയുണ്ടെന്നും യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ജാതി തിരിവിന്റെ, ചേരിതിരിവിന്റെ മതിൽക്കെട്ടുകൾ എല്ലാം പൊളിച്ചു കളയാനുള്ള വലിയ ആഹ്വാനമാണ് ഇന്ന് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ വായനയിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 34 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തലന്മാരുടെ അത്ഭുത പ്രവൃത്തികളിൽ അസൂയ പൂണ്ട് വൈരാഗ്യം പൂണ്ട യഹൂദ പുരോഹിതന്മാരും സദുക്കായരും അപ്പോസ്തലന്മാരെ കുറ്റം ചെയ്തു എന്ന പേര് പറഞ്ഞ് അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി അവരെ കാരാഗൃഹത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നു. കാരാഗൃഹത്തിൽ നിന്ന് മോചനം നൽകുന്ന ദൈവം അവർക്ക് നൽകുന്ന ഏക നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ദേവാലയത്തിൽ പോയി പഠിപ്പിക്കണം. കർത്താവായ ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഇവർ ദേവാലയത്തിലേക്ക് വീണ്ടും, തടവറയിൽ കഴിഞ്ഞവർ വീണ്ടും ദേവാലയത്തിലേക്ക് വരികയാണ്. പുരോഹിതന്മാർ അവരെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്: നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ആരോപണശരങ്ങളെല്ലാം പുരോഹിതരുടെ നേരെയായിരുന്നു ചൂണ്ടപ്പെട്ടിരുന്നത്. സദുക്കായർ ഈ അപ്പോസ്തലന്മാരെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സദുക്കായരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ഈ അപ്പോസ്തലന്മാർ സാക്ഷികളായി എന്ന് പറയുമ്പോൾ അവരുടെ നാവടപ്പിക്കേണ്ടത് അവരുടെ വലിയ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ അപ്പോസ്തലന്മാർക്കെതിരെ നീങ്ങുന്നത്. അപ്പോസ്തലന്മാർ വീണ്ടും തടവറയിൽ നിന്ന് മോചിതരായി ദേവാലയത്തിൽ പഠിപ്പിക്കുന്ന കാര്യം അറിഞ്ഞ് അവിടെ വരുന്ന ഈ ജനപ്രമാണികൾ, ഈ പുരോഹിത പ്രമാണികൾ അപ്പോസ്തലന്മാരോട് കൽപ്പിക്കുകയാണ്: യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇനി പഠിപ്പിക്കരുത്, എന്നാൽ ഞങ്ങൾക്ക് ദൈവത്തെയാണ് അനുസരിക്കേണ്ട ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ വധിക്കാൻ ഈ പ്രമാണികൾ തീരുമാനിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സർവാദരണീയനായ ജനപ്രമാണികളിലെ പ്രമുഖനായ റബ്ബാൻ എന്ന് വിളിക്കപ്പെടുന്ന, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരു എന്ന അർത്ഥത്തിൽ അവർ ഏറ്റവും ആദരവോടെ വിളിക്കുന്ന ഗമാലിയേൽ ഇവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പിന്നീട് നാം കാണുന്നുണ്ട്, അപ്പോസ്തല പ്രമുഖനായിരുന്ന പൗലോസിന്റെ ഗുരു കൂടിയായിരുന്നു ഈ ഗമാലിയേൽ. ഇങ്ങനെ സർവാദരണീയനായ ഗമാലിയേൽ ഇവർക്ക് മധ്യസ്ഥനായി ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് പറയുന്ന ഭാഗമാണ് അന്നത്തെ ഈ വചനഭാഗത്തിലെ പ്രധാന സന്ദേശം. പ്രധാനമായി 2 കാര്യങ്ങളാണ് ഗമാലിയേലൂടെ സൂചിപ്പിക്കുന്നത്. ഇവർ, ഈ അപ്പോസ്തലന്മാർ, ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ, ഇത് ദൈവേഷ്ടപ്രകാരമാണെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല, ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ഇത് മനുഷ്യന്റെ ഇഷ്ടത്തിൽ നിന്നാണ്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഇത് ആരംഭിച്ചിരിക്കുന്നതെങ്കിൽ അത് താനേ നശിച്ചുകൊള്ളും. ഈ ഒരു ചിന്തയാണ് ഗമാലിയേൽ പറയുന്നത്. ഉദാഹരണ സഹിതം മനുഷ്യന്മാർ ആരംഭിച്ച പല പദ്ധതികളും പല പ്രസ്ഥാനങ്ങളും താനെ ഇല്ലാതായി എന്ന് 2 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഗമാലിയേൽ പറയുന്നു. ഒന്ന്, AD 44-നും 46-നും ഇടയിൽ ഫാദുസ് പ്രീഫെക്റ്റായിരുന്ന സമയത്ത് ഉടലെടുത്ത ഒരു സമൂഹം, സെവുദാസ് എന്ന പേരിൽ, ഒരു മനുഷ്യന്റെ പേരിൽ ഉടലെടുത്ത ഒരു സമൂഹം പിന്നീട് ഈ ഫാദുസിന്റെ കീഴിൽ തന്നെ നാമാവശേഷമാകുന്ന ആ ജനക്കൂട്ടം, ആ ഒരു പ്രത്യേക സംഘം ചിതറിക്കപ്പെടുന്നത് ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നു. മറ്റൊരു വ്യക്തി, ഗമാലിയേൽ സൂചിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി ഗലീലിയക്കാരനായ യൂദാസാണ്. ചരിത്രകാരനായ ജോസഫുസ് ഫ്ലാവിയുസിന്റെ അഭിപ്രായമനുസരിച്ച് യൂദായുടെ മേൽ റോമാക്കാർ ചുങ്കം ചുമത്താൻ തീരുമാനിച്ചപ്പോൾ റോമാക്കാർക്കെതിരെ സായുധ വിപ്ലവം നയിച്ച വ്യക്തിയാണ് ഈ ഗലീലിയക്കാരനായ യൂദാസ്. ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച, ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ച മറ്റുള്ളവരെയൊക്കെ റോമാക്കാർ തുരത്തി ഓടിക്കുന്നു. അതോടെ ഈ ഒരു പ്രസ്ഥാനവും നാമാവശേഷമാകുന്നു. അതുപോലെ
ഒരുപക്ഷെ ഇത് മനുഷ്യനിൽ നിന്ന് ആരംഭിച്ചതാണെങ്കിൽ അപ്പസ്തോലന്മാരുടെ ഈ ആദിമ സഭ അത് ഇല്ലാതാകും എന്നതാണ് ഗമാലിയേൽ സൂചിപ്പിച്ചത്. പക്ഷെ നമുക്കറിയാം അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതായതുകൊണ്ട് ഒരിക്കലും നാമാവിശേഷമാകുന്നില്ല. നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും അത് നിലനിൽക്കുന്നു. എന്താണ് ഈ വചനഭാഗത്തിലൂടെ ദൈവം നൽകുന്ന സന്ദേശം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്രകാരമാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, ഏത് ജോലിയായിക്കൊള്ളട്ടെ, ഏത് ബിസിനസ് ആയിക്കൊള്ളട്ടെ, ഏത് കുടുംബമായിക്കൊള്ളട്ടെ, ഏത് തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, ഏത് വിദ്യാഭ്യാസ മേഖലയായിക്കൊള്ളട്ടെ, അത് എന്നേക്കും നിലനിൽക്കും. മറിച്ച് മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ അനുസരിച്ചാണ് നമ്മളൊരു പ്രസ്ഥാനമോ ഒരു ജോലിയോ ഒരു ശുശ്രൂഷയോ ആരംഭിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് അവസാനിക്കും. പലപ്പോഴും വലിയ തുടക്കങ്ങൾ തുടങ്ങി പിന്നീട് ഒന്നുമല്ലാതായി തീർന്ന പ്രസ്ഥാനങ്ങളെ, പദ്ധതികളെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഒരുപക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം അതിനോട് കൂടിയുണ്ടായിരുന്നിട്ടില്ലാകാം. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ദൈവേഷ്ടത്തിനനുസരിച്ച് ദൈവേഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തിയാണ്. എഫേസൂസ് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്ന രീതിയിൽ തുടങ്ങുന്ന ദൈവസ്തുതിക്കായിട്ടുള്ള കീർത്തനമാണ് പൗലോസ്ലീഹ ആദ്യ വചനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ദൈവം ഇസ്രായേലിന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ബറക്കാഹ് എന്ന് പറയുന്ന ആരാധന രീതിയിലാണ്, അനുഗ്രഹ പ്രാർത്ഥനാ രീതിയിലാണ് ഈ ഒരു വചനഭാഗം പൗലോസ്ലീഹ ക്രമീകരിച്ചിരിക്കുന്നത്. മിശിഹ വഴി ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ സാധിക്കും. ദൈവകൃപയിലേക്ക്, ദൈവിക രഹസ്യങ്ങളുടെ കലവറയിലേക്ക് നമുക്കെത്താൻ മിശിഹ വഴിയെ സാധിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ വളരെ മനോഹരമായി, വളരെ കൃത്യമായി, ഒരു പ്രത്യേക ശൈലിയിൽ ഈ ഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനഭാഗത്ത് ഏകദേശം ഒരു 12 തവണയെങ്കിലും ക്രിസ്തു വഴി എന്ന ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 1:3 ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ. 1:4 വീണ്ടും പറയുന്നു ക്രിസ്തു വഴി തെരഞ്ഞെടുക്കപ്പെട്ടവൻ. 1:5 വീണ്ടും പറയുന്നു ക്രിസ്തു വഴി പുത്രരായി ദത്തെടുക്കപ്പെട്ടവൻ. 1:7 പറയുന്നു ക്രിസ്തു വഴി പാപമോചനം. വീണ്ടും പറയുന്നു ക്രിസ്തുവിന്റെ രക്തം വഴി രക്ഷ ലഭിക്കുന്നു. 1:9 ക്രിസ്തു വഴി വ്യക്തമാക്കുന്ന അഭീഷ്ടത്തെക്കുറിച്ച് പറയുന്നു. 1:10 ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 1:11 ക്രിസ്തു വഴി മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെടുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. 1:12 ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചവൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 1:13 ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര സ്വീകരിച്ചവൻ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ക്രിസ്തു വഴിയാണ് എന്ന കാര്യം, ദൈവിക കൃപയിലേക്ക് എത്താൻ ക്രിസ്തുമാർഗമാണ് ഉള്ളതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായും വ്യക്തമായും പഠിപ്പിക്കുകയാണ്. ഈ ഒരു വചനഭാഗത്തെ 2 രീതിയിൽ നമുക്ക് കാണാം. ഒന്ന് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇത് മൂന്നും പിതാവായ ദൈവത്തിൽ, പുത്രനായ ദൈവത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവം അനുഗ്രഹിച്ചവൻ എന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തെയും, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെയും, ക്രിസ്തുവിൽ ഒന്നിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് ഭാവികാലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭൂതകാല, വർത്തമാനകാല, ഭാവികാലങ്ങളെ ഒരുമിച്ച് ആശ്ലേഷിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ, പുത്രനായ ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പിതാവായ ദൈവമാണ് തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ് അവിടുത്തെ അടിസ്ഥാനം. പുത്രനായ ദൈവമാണ് രക്ഷിക്കുന്നത്. പുത്രൻ രക്ഷിക്കുന്നത് രക്തം വഴിയാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിലാണ് രക്തം വഴി, കുഞ്ഞാടിന്റെ രക്തം വഴി കട്ടിലപ്പടിയിൽ തെളിച്ച് അവർ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത്. പുതിയ നിയമത്തിലെ ആത്മീയ പുറപ്പാടാണ് യേശു ക്രിസ്തുവിന്റെ രക്തം വഴി രക്ഷിക്കപ്പെടുന്നതിന്റെ സൂചന. പരിശുദ്ധാത്മാവാണ് മുദ്ര വയ്ക്കുന്നത്. മുദ്ര വയ്ക്കുക എന്നതിനർത്ഥം സ്വന്തമാക്കുന്നതിന്റെയും സംരക്ഷിക്കുന്നതിന്റെയും അടയാളമാണ് മുദ്ര വയ്ക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന്റെ 4-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ
എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആകെ 144,000. എസെക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലും ഈ മുദ്രിതരാക്കപ്പെട്ടവരെ കുറിച്ച് സൂചനയുണ്ട്. വചനം ഇങ്ങനെയാണ്: ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം രേഖപ്പെടുത്തുവിൻ. പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. അപ്പോൾ ക്രിസ്തു വഴി ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ മുദ്ര സ്വീകരിക്കാൻ, ദൈവപിതാവിന്റെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മാനദണ്ഡം ഇതാണ്: സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കുക, നിഷ്കളങ്കരായിരിക്കുക. ഇംഗ്ലീഷിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്: ഹോളി ആൻഡ് ബ്ലെയിംലെസ്. ഹോളി എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവൻ എന്നർത്ഥത്തിലാണ്. ബ്ലെയിംലെസ് എന്ന പദത്തിന് ബ്ലെമിഷ്, അൺബ്ലെമിഷ് എന്ന അർത്ഥം വരുമ്പോൾ, അതായത് കറയില്ലാത്തവൻ, ഊനമറ്റവൻ, ബലിയുമായിട്ട് ചേർന്നാണ് ഈ പദങ്ങളെ നാം മനസ്സിലാക്കുക. ബലിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവൻ, ആ മാറ്റി നിർത്തപ്പെട്ടവൻ ബലിക്ക് യോഗ്യനായിരിക്കണം, അതായത് ഊനമറ്റവനായിരിക്കണം, കറയില്ലാത്തവനായിരിക്കണം. പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ പറയുന്ന പോലെ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി അർപ്പിക്കുവൻ എന്ന് പറയുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ദൈവത്തിന് പ്രീതികരമായ ബലിയായി നമ്മുടെ ജീവിതങ്ങളെ അർപ്പിക്കാൻ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. 4-ാമത്തെ വചനഭാഗം സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസ്, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഈശോയും ശിഷ്യന്മാരും പെസഹ ആചരിക്കുന്നു. ഊട്ടുശാലയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്നു. ശേഷം ഭക്ഷണമേശയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് ഈശോ അവരുടെ നെഞ്ചിൽ ഇടുത്തി വീഴുന്ന രീതിയിൽ 2-3 കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു. അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: 1, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. പത്രോസ് എന്നെ തള്ളിപ്പറയും. നിങ്ങളെല്ലാവരും ചിതറിയോടും. ഞാൻ മരണത്തിന് വിധേയനാക്കപ്പെടും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യന്മാർ പരിഭ്രാന്തരായി. പത്രോസ് പോലും തള്ളിപ്പറയുമെന്ന് കേട്ടപ്പോൾ പരിഭ്രാന്തരായ ആ ശിഷ്യന്മാരോട് ഈശോ അവരെ ധൈര്യപ്പെടുത്തിയാണ്. 3 വാക്കുകളിലൂടെ ആശ്വാസത്തിന്റെ തീരത്തേക്ക് ഈശോ അവരെ നയിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ആകുലപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ടെങ്കിലും ഈശോ അവരോട് പറയാണ്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഈശോ അവരോട് പറയുകയാണ്,
നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. 2, അവരോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. കാരണം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ്, പിതാവിന്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. 3, അവരോട് പറയുന്നു, പിതാവായ ദൈവത്തിൽ എത്താനുള്ള ഏക വഴി ഞാനാണ്. 4, അവരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. 4ാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. എന്താണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്? മരണത്തിന്റെ നിഴൽ വീണ, കാൽവരിക്കുരിശിന്റെ നിഴൽ വീണ മാളികയിൽ വെച്ച് ഈശോ അവരോട് പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുക, ദൈവം നൽകുന്ന വലിയ അടയാളങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. എഫേസസ് ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വചനത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ നൽകാൻ കഴിവുള്ള അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും സ്തുതിയും ബഹുമാനവും. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്നിലും വിശ്വസിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനർത്ഥം? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു എന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല, അവന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിനെ വിശ്വസിക്കുന്നത് മാത്രമല്ല, മറിച്ച് കർത്താവായ യേശുവിനെ അധരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ്. സ്വർഗമാണ് ആ സ്ഥലം. സ്വർഗീയ വൃന്ദങ്ങളും മാലാഖമാരും വിശുദ്ധ ഗണവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എത്രയോ മനോഹരമാണ്. ഈ ലോകം, ഈ ഭൂമി നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒന്നും നൽകുന്നില്ലെങ്കിൽ, ഈ ഭൂമിക്കപ്പുറമുള്ള, ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുക. കാരണം അതൊരു ഒരുക്കപ്പെട്ട സ്ഥലമാണ്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലം. പൗരസ്ത്യ രീതി അനുസരിച്ച് മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കാൻ മണവറ നേരത്തെ പോയി ഒരുക്കും. ഇന്ന് യേശു തന്റെ മണവാട്ടിയായ സഭയെ, സഭാതനയരെ സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ ഒരുക്കിയ സ്ഥലമാണ് ഈ സ്വർഗം. അതുകൊണ്ട് തന്നെ അത് പരിപൂർണമായൊരു സ്ഥലമാണ്, പെർഫെക്റ്റ് പ്ലേസ് ആണ്. കാരണം 6 ദിവസം കൊണ്ട് ദൈവം പണിതീർത്ത ഈ ഭൂമിക്ക് ഇത്രമാത്രം മനോഹാരിതയുണ്ടെങ്കിൽ, ഭംഗിയുണ്ടെങ്കിൽ, അനേകായിരം യുഗങ്ങൾ കൊണ്ട് ദൈവം തീർത്തുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ ഭംഗി അഭൗമികമായിരിക്കും. അത് നമുക്ക് വർണ്ണിക്കാനാകാത്തതായിരിക്കും. ഒരു കുഞ്ഞ് നക്ഷത്രങ്ങളെ കണ്ട് വിസ്മയിച്ച് തന്റെ പപ്പയോട് പറഞ്ഞതുപോലെ, പപ്പ, സ്വർഗത്തിന്റെ പുറംവശം ഇത്രമാത്രം മനോഹരമാണെങ്കിൽ അകം എത്രമാത്രം സുന്ദരമായിരിക്കും. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ആകുലതകൾ നീക്കിക്കളയാൻ ഈശോ അവരെ സഹായിക്കുകയാണ്. ഈശോ അവരോട് പറയാണ്, സ്വർഗപിതാവിന്റെ പക്കലേക്ക് എത്താനുള്ള ഏക വഴി ഞാൻ മാത്രമാണ്. ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. ഒരാളിലും രക്ഷയില്ല, വേറൊരാൾക്കും ആ വഴി അറിയില്ല. പിതാവായ ദൈവത്തിലെത്താനുള്ള ഏക വഴി. പൗലോസ്ലീഹ 1 കൊരിന്തോസ്യർക്കുള്ള 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അതിനു മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടുക അസാധ്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, മറ്റാരിലും രക്ഷയില്ല, യേശുവിന്റെ നാമമല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സോ നോ അതർ വേ, നോ അതർ നെയിം, നോ അതർ ഫൗണ്ടേഷൻ. യേശു ക്രിസ്തുവിന്റേതല്ലാതെ വേറൊരു നാമവും ഇല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെത്താൻ. 4-ാമത് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും. നമുക്കറിയാം, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതിന് അർത്ഥം എന്താണ്? പേര് ഒരാളുടെ വ്യക്തിത്വം, ഒരാളുടെ സ്വഭാവം, ഒരാളുടെ നിയോഗം വെളിപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന് യാക്കോബ് എന്ന പേരിനർത്ഥം ചതിയൻ എന്നാണ്, നാബാൽ എന്ന പേരിനർത്ഥം വിഡ്ഢി എന്നാണ്, പത്രോസ് എന്ന പേരിനർത്ഥം പാറയെന്നാണ്, യേശു എന്ന പേരിനർത്ഥം രക്ഷകൻ എന്നാണ്.
യേശു എന്ന വാക്കുച്ചരിക്കുമ്പോൾ രക്ഷകനായി കർത്താവായി ദൈവമായി അവൻ ഏറ്റുപറയുകയാണ്. നമുക്കറിയാം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് താഴെ യേശു പേരെഴുതി ഒപ്പിട്ട് ദൈവത്തിന്റെ പിതാവിന്റെ പക്കൽ എത്തിക്കുക എന്നതർത്ഥം. പ്രാണന തുല്യം പുത്രനെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം പുത്രൻ ഒപ്പിട്ട ഒരു ചെക്ക് തിരികെ അയക്കുമോ? ഒരിക്കലുമില്ല. അത് സ്വീകരിക്കുകയും ആ അപേക്ഷ കൈക്കൊള്ളുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ പക്കൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ അർപ്പിക്കുന്ന അപേക്ഷകളൊക്കെ ഇതുപോലെയാണ്. ഒരിക്കലും അത് തള്ളപ്പെടില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥം. യേശുവിന്റെ നാമത്തിലുള്ള അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥം. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 45-ാം വചനം, ബാലനായ ദാവീദ് ഗോലിയാത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നീ എനിക്കെതിരെ വാളും കുന്തവും പരിചയവുമായി വന്നു, എന്നാൽ ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ്. കർത്താവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമത്തിൽ പറയുമ്പോൾ കർത്താവായ ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന്, അവന്റെ സ്വഭാവത്തോട് ചേർന്ന്, അവന്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയാണ്, നാം പ്രവർത്തിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ആമേൻ.